MV ഗോവിന്ദന്റെ ന്യായീകരണം വന്നിട്ടുണ്ട്. ഈ പാനൂർ ബോംബ് സ്ഫോടന കേസിൽ CPM-ന് പങ്കിനെ ന്യായീകരിച്ചുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുന്നത്. സ്ഫോടന സ്ഥലത്തേക്ക് DYFI പ്രവർത്തകർ പോയത് രക്ഷാപ്രവർത്തനത്തിന് എന്നാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. DYFI പ്രവർത്തകൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണെന്നും ഗോവിന്ദൻ പറയുന്നുണ്ട്. സുധീഷ് ഗോപാലുണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായിട്ട്. സുധീഷ്, ഹെൽമറ്റ്, ചെടിച്ചട്ടി, ഇപ്പോൾ ബോംബായിരിക്കുന്നു രക്ഷാപ്രവർത്തനം. നല്ല ന്യായീകരണം CPM സംസ്ഥാന സെക്രട്ടറിയുടേത്. രജനി, CPM ഒരു തരത്തിലും അക്രമ രാഷ്ട്രീയത്തിന് കുടപിടിക്കുന്നവരല്ല എന്ന ന്യായീകരണവുമായാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തിയത്. അതിന് ഏറ്റവും പ്രധാനമായി ആദ്യം മുതൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് 22ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംസ്ഥാന സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തപ്പോൾ തന്നെ ഇതിനെ കുറിച്ച് കൃത്യമായി പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഒരു CPM പ്രവർത്തകനെ കൊലപ്പെടുത്തിയാൽ പോലും തിരിച്ച് അക്രമ രാഷ്ട്രീയത്തിന് പോകാതെ അതിനെ രാഷ്ട്രീയമായി നേരിടുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള പ്രകോപനത്തിനും വഴങ്ങിക്കൊടുക്കില്ല. എത്ര പ്രകോപനം ഉണ്ടായാലും അക്രമ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് പ്രഖ്യാപിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ന്യായീകരണം തുടങ്ങിയത്. അതിനുശേഷമാണ് പറഞ്ഞത് പാർട്ടി ശക്തി കേന്ദ്രമായ ഒരു മേഖലയിലാണ് ഇത്തരം സ്ഫോടനം ഉണ്ടായത്. ആരോ ഒരു ആൾ ബോംബ് ഉണ്ടാക്കുന്നു, അതിനിടയിൽ എന്തോ പിശക് പറ്റിയതാവാം, സ്ഫോടനമാകുന്നു. ആ സ്ഫോടനം നടന്നതറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിന് പോയവരാണ് ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട DYFI പ്രവർത്തകനടക്കമുള്ള പരിക്ക് പറ്റിയവരെ അടക്കമുള്ളവർ. ആ രീതിയിൽ അതിലേക്ക് ഒരു പ്രദേശത്ത് ഒരു മരണം നടക്കുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ പോകുന്നു. ആ നാട്ടുകാരെല്ലാം പോയ കൂട്ടത്തിൽ പാർട്ടിക്കാരും പോയി എന്ന ന്യായീകരണവും ഇതോടൊപ്പം പറയുന്നുണ്ട്. എന്തു തന്നെയായാലും സ്ഫോടനത്തിൽ പിടിയിലായ DYFI പ്രവർത്തകൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണെന്ന ന്യായീകരണവുമായാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അല്ലാതെ CPM-ന് ബോംബ് അതന്നെയാണ് സുധീഷ്. കാരണം ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാമൂഹ്യ വിരുദ്ധനാണ്, ഇതിന് പിന്നിൽ CPM പ്രവർത്തകർക്ക് യാതൊരു പങ്കുമില്ല എന്നാണ്. ഇപ്പോൾ ഈ സ്ഫോടന സ്ഥലത്തേക്ക് DYFI പ്രവർത്തകർ പോയത് രക്ഷാപ്രവർത്തനത്തിനെന്ന് പറയുന്നതും ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും കേരളത്തിൽ നിന്ന് തന്നെയാണ്. ഇതെല്ലാം കേൾക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഈ CPM നേതാക്കൾ ഓർക്കണം. രജനി, അതിൽ ഇന്നലെ പറഞ്ഞത് ഇത്തരത്തിൽ ആരെങ്കിലും ഈ മരണം നടന്ന വീട്ടിൽ പോയോ എന്ന് പോലും അറിയില്ല എന്ന വിചിത്ര വിശദീകരണം അടക്കം പറഞ്ഞിരുന്നു. അതിനുശേഷം അത് അത്തരം പോയത് തെറ്റാണെന്നുള്ള രീതിയിലും പാർട്ടിയുടെ ചില നേതാക്കൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ പറയുന്നു പ്രദേശത്തൊരു മരണമുണ്ടായാൽ അവിടെ പോവുക സ്വാഭാവികമാണ്. താങ്കൾ മാത്രമല്ല, വിവിധ ജനപ്രതിനിധികൾ, അവിടുത്തെ നാട്ടുകാർ മൊത്തം പോകുന്നു, അതോടൊപ്പം പാർട്ടിക്കാരും പോയി എന്ന ന്യായീകരണവുമായാണ് എത്തുന്നത്. ഒരു മരണവീടാണ്, ആ മരണം നടക്കുമ്പോൾ അതിന്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ പോകുന്നു എന്ന ഒരു ന്യായീകരണത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ളത്. ഓരോ ദിവസവും ഇതിലെ അഭിപ്രായ പ്രകടനങ്ങൾ മാറുന്നതും ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ എത്രത്തോളം ന്യായീകരിച്ച് ഇതിന്റെ ആ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാമെന്നത് തന്നെയാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ വേണം നമുക്ക് ഇപ്പോൾ. പക്ഷെ അപ്പോഴും എത്രത്തോളം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴും പ്രതികൾ ഈ CPM പ്രവർത്തകരാണ് എന്നുള്ളൊരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ഒപ്പം CPM-ന്റെ ശക്തി കേന്ദ്രത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇന്ന് കൂടുതൽ പേരെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോകുന്നു. അതിൽ നിന്നൊന്നും തന്നെ ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും ഈ CPM പ്രവർത്തകർ കഴിയില്ല. അപ്പോഴൊന്നും തന്നെ ഈ ന്യായീകരണം ശരിയായി വരികയുമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ തന്നെ ഒരു പാർട്ടി ഗ്രാമത്തിലാണ് ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. ആ സ്ഫോടനത്തിൽ മരണപ്പെട്ട ആൾക്ക് പോലും CPM-ഉമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളാണെന്നുള്ളത് പ്രാദേശികമായും മറ്റും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നതുമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിനെ പൂർണ്ണമായും കൈ ഒഴിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനവുമായി CPM എത്തുന്നത്. CPM സംസ്ഥാന ഒരു ന്യായീകരണവും വിശദീകരണവും ഒക്കെയായി എത്തുന്നത്. എന്തു തന്നെയാലും ഇത് സംബന്ധിച്ച് പകൽ പോലെ കാര്യങ്ങൾ വ്യക്തമാണ്. ഇത്തരം ഒരു പാർട്ടി ഗ്രാമത്തിൽ ഒരു ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ, ബോംബ് നിർമ്മാണത്തിനിടെ ഒരു സ്ഫോടനം നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ ആരുന്നത് ആർക്കും ഊഹിക്കാവുന്നതാണ്. അതിൽ മരണപ്പെട്ട ആൾക്കുള്ള പാർട്ടി ബന്ധവും വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ കൂട്ടുപ്രതികളും പാർട്ടിക്കാരാണെന്നതും ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ പേർ പിടിയിലാവാനുമുണ്ട്. അവരെ രക്ഷിക്കാനുള്ള, ഇല്ലെങ്കിൽ ഇതിലെ കൂട്ടുപ്രതികളെ എല്ലാം രക്ഷിക്കാനുള്ള തന്ത്രപ്പാടും അതോടൊപ്പം തന്നെ ഇതിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു മാറാനുള്ള പാർട്ടിയുടെ ഒരു വ്യഗ്രതയുമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. രജനി, ശരി. എന്തായാലും പാനൂർ സ്ഫോടനത്തിലെ CPM പങ്കിനെ ന്യായീകരിച്ചുകൊണ്ട് MV ഗോവിന്ദൻ രംഗത്ത് ഉദ്ധരിക്കുകയാണ്. സ്ഫോടന സ്ഥലത്തേക്ക് DYFI പ്രവർത്തകർ പോയത് രക്ഷാപ്രവർത്തനത്തിനാണെന്നും പിടിയിലായ DYFI പ്രവർത്തകൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വയ്ക്കുന്നത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.